ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ലോക റെക്കോർഡിനുടമയായ കപ്പൽ ഭീമൻ മെയ് 30 വിഴിഞ്ഞത്തെത്തും. MSC ഐറിന എന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് എത്തുന്നത്. ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ഈ മാസം 30 വിഴിഞ്ഞ തുറമുഖത്തെത്തുന്നത്. ബോക്കോം റീലീസിംഗ് കമ്പനി MSCക്ക് വേണ്ടി ഓർഡർ ചെയ്ത 2 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളുടെ നാമകരണവും വിതരണവും ഒരേ ദിവസം പൂർത്തിയാക്കിയാണ് കപ്പൽ ലോക റെക്കോർഡ് നേടിയത്. 22 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഈ കപ്പലിന് 400 മീറ്റർ നീളവും 61 മീറ്ററിലധികം വീതിയുമുണ്ട്. 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഒരു വരിയിൽ തന്നെ 25 കണ്ടെയ്നറുകൾ വയ്ക്കാനാകും. 2023 ഐറിന നിർമ്മിച്ചത്. അതേസമയം ഐറിന എത്തുന്ന ദിവസം മറ്റ് 10 കപ്പലുകളാണ് വിഴിഞ്ഞ തുറമുഖത്ത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 31 9 കപ്പലുകളും വിഴിഞ്ഞം തീരത്തെത്തുന്നു. എങ്കിലും ആദ്യമെത്തുന്ന കപ്പലുകൾ ചരക്ക് നീക്കം നടത്തി തീരം തൊട്ടാലേ മറ്റ് കപ്പലുകൾക്ക് തുറമുഖത്ത് കയറാനാകൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വമ്പൻ നീക്കവുമായി റിലയൻസ്. ചെറുകിട കച്ചവടക്കാരോട് കൂട്ടുകൂടാൻ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അംബാനി. പുതിയ നീക്കം ലക്ഷ്യം വെക്കുന്നത് 60 കോടി ജനങ്ങളെ. മധ്യവർഗ കുടുംബങ്ങൾക്ക് നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ താങ്ങാവുന്നതാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ റിലയൻസ് നിങ്ങൾക്കരികിലേക്ക് എത്തുന്നുവെന്നാണ് വിവരം. എല്ലാ വീടുകളിലും താങ്ങാനാവുന്ന വിലയിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള നീക്കമാണ് മുകേഷ് അംബാനി നടത്തുന്നത്. റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് വലിയ സ്വപ്നമാണ് കാണുന്നത്. ഇന്ത്യയിലുടനീളമുള്ള 600 ദശലക്ഷം ഉപഭോക്താക്കളെയാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. മധ്യവർഗ വീടുകൾക്കായി താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങളിലാകും കമ്പനിയുടെ ശ്രദ്ധ. കൂടാതെ റിലയൻസ് വിപണിയിലെ പ്രാദേശിക ചെറു സ്റ്റോറുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനും പദ്ധതിയൊരുക്കുന്നു. അതായത് റിലയൻസിലെ ഓഫറുകൾ അധികം വൈകാതെ തന്നെ അടുത്തുള്ള ചെറു സ്റ്റോറുകൾ തന്നെ ലഭ്യമായേക്കും. പ്രാദേശിക സ്റ്റോറുകൾക്ക് മികച്ച ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കൂടെ കൂട്ടാനാണ് റിലയൻസിന്റെ പദ്ധതി. ഇതുവഴി വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും മാർക്കറ്റ് വിഹിതം വർദ്ധിപ്പിക്കാനും റിലയൻസ് ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ 1.4 ബില്യൺ ആളുകളിൽ ഭൂരിഭാഗത്തിനും സേവനം നൽകുക എന്ന വലിയ തന്ത്രമാണ് റിലയൻസിനുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 9ാമത് വിക്ഷേപണം ബുധനാഴ്ച. കഴിഞ്ഞ 2 വട്ടവും പൊട്ടിത്തെറി സംഭവിച്ചതിനാൽ ഇക്കുറി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതും ഭാരമേറിയതും ഭാരം വഹിക്കുന്നതുമായ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 9ാം പരീക്ഷണ വിക്ഷേപണം ബുധനാഴ്ച നടക്കും. മെയ് 28 പുലർച്ചെ ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്ക് സൗത്ത് ടെക്സസിലെ ബോക്കാച്ചിക്കയിലുള്ള സ്റ്റാർബേസിൽ നിന്നാണ് സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുക. സ്റ്റാർഷിപ്പിലെ 7-8 വിക്ഷേപണ പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു എന്നതിനാൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ സംബന്ധിച്ച് അഭിമാന ദൗത്യമാണ് നാളത്തേത്. വിക്ഷേപണത്തിന് 30 മിനിറ്റ് മുമ്പ് ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കും. സ്പേസ് എക്സിന്റെ വെബ്സൈറ്റും എക്സ് യൂട്യൂബ് അക്കൗണ്ടുകളും വഴി സ്റ്റാർഷിപ്പ് 9ാം പരീക്ഷണ വിക്ഷേപണം തത്സമയം കാണാം. ലോകത്തെ ഏറ്റവും ധനികനായ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സ് ആണ് സ്റ്റാർഷിപ്പിന്റെ നിർമ്മാതാക്കൾ. 123 മീറ്റർ ഉയരമുള്ള ഒരു പടുകൂറ്റൻ റോക്കറ്റ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഗ്രഹാന്തര യാത്രകൾ ലക്ഷ്യമിട്ടാണ് സ്പേസ് എക്സ് തയ്യാറാക്കുന്നത്. ബൂസ്റ്റർ, സ്പേസ് ക്രാഫ്റ്റ് എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് ഈ വിക്ഷേപണ വാഹനത്തിനുള്ളത്. സൂപ്പർ ഹെവി ബൂസ്റ്ററിന് മാത്രം 71 മീറ്ററാണ് ഉയരം. 33 റാപ്റ്റർ എഞ്ചിനുകളാണ് ബൂസ്റ്ററിന്റെ കരുത്ത്. ഈ കൂറ്റൻ ബൂസ്റ്ററിനെ വിക്ഷേപണത്തിന് ശേഷം മെക്കാസില്ല എന്ന ഭീമൻ യന്ത്രകൈയിലേക്ക് തിരികെ വിജയകരമായി ലാൻഡ് ചെയ്യിക്കാൻ സ്പേസ് എക്സിന് ഇതിനകമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണി കീഴടക്കാൻ ഒരുങ്ങി വിവോ സബ് ബ്രാൻഡായ iQOO നിയോ 10 തിങ്കളാഴ്ച വിപണിയിലെത്തി. വിവോ സബ് ബ്രാൻഡായ iQOO പുതിയ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ കണ്ണുവെച്ച് iQOO നിയോ 10 എന്ന മോഡലാണ് ലോഞ്ച് ചെയ്തത്. ഗെയിമിംഗിന് കൂടുതൽ പ്രാധാന്യം നൽകി ഉയർന്ന റീഫ്രഷ് റേറ്റോട് കൂടിയ സ്ക്രീനും വലിയ ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററിയുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 8GB + 128GB വേരിയന്റിന് 31,999 രൂപ മുതലാണ് വില ആരംഭിക്കുക. 8GB + 256GB മോഡലിന് 33,999 രൂപയും
12GB പ്ലസ് 256GB പതിപ്പിന് 35,999 രൂപയുമാണ് വില വരിക. കൂടാതെ 40,999 രൂപയ്ക്ക് 16GB പ്ലസ് 512GB വേരിയന്റും ലഭ്യമാണ്. തിങ്കളാഴ്ച മുതൽ ഫോൺ വിപണിയിലെത്തി. നിയോ 10-ൽ 6.78 ഇഞ്ച് ഡിസ്പ്ലേയാണുള്ളത്. നിയോ 10-ന് മിനുസമാർന്നതും ആധുനികവുമായ ഒരു രൂപകൽപ്പനയാണ് നൽകിയിരിക്കുന്നത്. പിൻപാനലിൽ പ്രീമിയം ലുക്ക് നൽകുന്ന ഒരു സ്റ്റൈലിഷ് ഫിനിഷും ഉണ്ട്. റെഡ്, ടൈറ്റാനിയം, ക്രോം എന്നീ നിറങ്ങളിൽ ഫോൺ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.